ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇന്റർനാഷണൽ യാത്ര നിങ്ങൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നേപ്പാൾ എന്തുകൊണ്ടെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഹേ ഗായ്സ്, ശരത് ഹിയർ. അപ്പോൾ നമ്മുടെ എയർപോർട്ടിലെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് ഏകദേശം ഒരു 7 ഞങ്ങൾ എയർപോർട്ടിന് പുറത്തെത്തി. അടുത്ത പരിപാടി മണി എക്സ്ചേഞ്ച്. 1.6 നേപ്പാൾ മണി വാല്യൂ ഉണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ എക്സ്ചേഞ്ചിനും 1.5 പറയത്തുള്ളൂ. സോ ഉള്ള പൈസ നേപ്പാൾ മണിയാക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങി. നല്ല ശീലമുണ്ട്, എവിടെയെങ്കിലും കിടന്നുറങ്ങണം. ആദ്യം കണ്ട ചങ്ങായി 1200 നേപ്പാളി മണിക്ക് ഒരു റൂം പറഞ്ഞു. പോയി കണ്ടു, കുഴപ്പമില്ല. സോ റൂം എടുത്തു, നല്ലോണം കിടന്നുറങ്ങി. നാട്ടിൽ ഏകദേശം 800 കേട്ടോ. ഉറക്കവും കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. ഒന്ന് ഫ്രഷ് ആയി പുറത്തിറങ്ങി. ആദ്യം കണ്ടൊരു ഷോപ്പ് T3 തക്കാളി, എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ. കയറി അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള തക്കാളി സ്പെഷ്യൽ പറഞ്ഞു. ഫുഡ് വന്നു. നമ്മുടെ നാട്ടിലെ ചോറും ഡാലി കറിയും ഫിഷ് ഫ്രൈയും ചിക്കനും മട്ടനൊക്കെ ആയിട്ടുള്ള ഒരു മീൽസ്, തക്കാളി വെച്ച മീൽസ് ആട്ടോ. ഫുഡ് കഴിച്ചു, ഒട്ടും നിരാശനാക്കില്ല. നല്ല ഫുഡ് നല്ലോണം കഴിച്ചു. പുറത്തിറങ്ങി. ആകെ കുറച്ച് സമയമുള്ളൂ. കാഠ്മണ്ഡു ദർബാർ സ്കൂളിൽ പോകുന്ന വെച്ചു പോയി. അവിടെ ഒരു മൊത്തത്തിലൊരു ഷോപ്പിംഗ് വൈബ്, പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് അമ്പലങ്ങളും ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു വൈബ്. സോ അതിനിടയിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് ചായയും കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ചിടത്തൊക്കെ പറ്റിക്കപ്പെട്ടു. ഓക്കെ, എങ്കിലും കുഴപ്പമില്ല. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ താമയിലേക്ക് പോയി. താമയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പാർട്ടി ക്യാപിറ്റൽ ഗോവ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നേപ്പാളിലെ പാർട്ടി ക്യാപിറ്റലാണ് താമയിൽ. പോയി അവിടെ പബ്ബും ബാറും ഒക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചിരിച്ചിൽ വൈബ്. സോ ഉള്ള കുറച്ച് വൈബൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ നേരെ റൂം പിടിച്ചു. വേറെ കൊണ്ടില്ല, നാളെ രാവിലെ ഏർലി മോർണിംഗ് അടുത്ത ബസ്സുണ്ട് പൊക്കാറയ്ക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തോളി. നമുക്ക് ബാക്കി പിന്നെ കാണാം. ഓക്കെ ഗായ്സ്, ബൈ ബൈ.